പകല് വേഗത്തിൽ ചിന്തിക്കാം. പകൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. 1-ാമത് അധ്യായത്തിൽ നമ്മൾ കണ്ടത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ദൈവം മനുഷ്യനായി തീർന്ന ആ ദൈവിക വെളിപ്പാടാണ് 1-ാമത് അധ്യായത്തിൽ നാം കണ്ടത്. 2-ാമത് അധ്യായത്തിൽ നാം കണ്ടത് പുതിയ വീഞ്ഞാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പുറത്ത് കിടന്ന് കൽപ്പാത്രങ്ങൾ വെള്ളം നിറച്ച് കർത്താവ് അവിടെ അടയാളങ്ങളുടെ ആരംഭമായി എന്തു ചെയ്തു? ഒരത്ഭുതം ചെയ്തതാണ് 2-ാം അധ്യായത്തിൽ കണ്ടത്. പകൽ വന്നവരൊന്ന് ഓർക്കുക. 2-ാം അധ്യായത്തിൽ പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു യഹൂദന്മാരുടെ കൂട്ടത്തിൽ പരീശന്മാരുടെ പ്രമാണിയായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത് അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പരീശന്മാരുടെ പ്രമാണിയായി നീക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ എപ്പോഴാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്? ആ മനുഷ്യൻ മാന്യയൊരു മനുഷ്യനാണ്. എപ്പോഴാണ് വന്നത്? രാത്രിയില്ല. എന്തായിരിക്കാം രാത്രി വരാൻ കാര്യം? പകല്. രഹസ്യ ശിഷ്യൻ എന്നും കർത്താവിനുണ്ടായിരുന്നു. അവൻ്റെ അഭിമാനം, അവൻ്റെ പദവി, അവൻ്റെ പൊസിഷൻ ഒക്കെ ഇതിൽ നിന്ന് അവനെ തടഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവൻ കർത്താവിൻ്റെ അടുക്ക വന്നിട്ട്, അവൻ പരീശനാണ്, യഹൂദ പ്രമാണിയാണ്, പക്ഷേ നല്ലവനാണ്. കർത്താവിൻ്റെ അടുക്ക വന്നപ്പം കർത്താവ് അവനോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ എല്ലാവരോടും കർത്താവ് അവിടെ ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും ജനിക്കുന്നത് ആദാമിലാണ്. റോമർ 5:12 ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആദാമിലാണ്. 1 കൊരിന്ത്യർ 15 ആദാമിലെല്ലാവരും ജനിക്കുന്നു, ആദാമിലെല്ലാവരും മരിക്കുന്നു. അപ്പോൾ ആദാമിലാണ് എല്ലാവരും ജനിക്കുക. അത് പാപത്തിലാണ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം. ആദാമി വഴി ജനിച്ച മനുഷ്യൻ്റെ മേൽ പാപ സ്വഭാവമുണ്ട്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മനുഷ്യരെല്ലാം നല്ലവരാണ്, പക്ഷേ മനുഷ്യൻ്റെ ജന്മത്തിനകത്ത് എന്ത് സ്വഭാവമുണ്ട്? അതിന് വളരെ കൃത്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാനോ ജഡമേ, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക? ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. നല്ല മനുഷ്യരാണ്. ശരിയ, നല്ല മോള് അല്ലേ? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പേരിന് ഗ്ലാഡ്ന, നല്ല പേര്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പബ്ലിക് എക്സായിരുന്നു. എന്തായിരുന്നു? മന്ന. നല്ല പിള്ളേരാണ്. ഈ പിള്ളേരെ കുറേ പേര് ഞാൻ ചുമ്മാ ഇവിടെ വെച്ചൊക്കെ പരിചയപ്പെട്ടു. എന്നാൽ മക്കളെ, ഈ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്. ഇവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല മോളെ? ഉണ്ട്. ഞാൻ 10-ാം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ അപ്പൻ പാവം പോയിട്ട് കടയിൽ പോയി എനിക്കൊരു നല്ല സമ്മാനം മേടിച്ചുകൊണ്ടെത്താം. മക്കളെ, നല്ലൊരു സമ്മാനം. 10-ലിരിക്കുന്ന മോന് അപ്പയുടെ വകയായി ഒരു നല്ല ഗ്രേറ്റ് ഗിഫ്റ്റ് ഈസ് എ ടോക്കൺ ഓഫ് ലവ്. എൻ്റെ അപ്പൻ എന്നോടുള്ള സ്നേഹത്തിൽ ചെയ്ത ഒരു സമ്മാനം. എന്തായിരുന്നറിയാം? വട്ടത്തിയിരിക്കും, താഴെ 2 കാല്, മേളിലൊരു ഇങ്ങനെ പൊക്കുന്നൊരു സാധനം, പിന്നെ ക്ലിക്കെന്ന് ഞെക്കാവുന്നൊരു സാധനം. എന്താണെന്നറിയാമോ? ടൈം പീസാണ്. ടൈം പീസ് എന്തിനാ മോന് കൊണ്ടു കൊടുത്തേ? അലാറം വെക്കാനാ. മോനെ, ഞാൻ നേരത്തെ കിടന്നു, രാവിലെ എഴുന്നേക്കാൻ. എപ്പോഴാണെന്നറിയാം അലാറം വെച്ചേ? 3:30-4 വെച്ചു. അലാറം അടിക്കുമ്പോൾ എന്തോ, അലാറം ഇങ്ങനെ എന്നും അടിച്ചു. അലാറം ഇങ്ങനെ നമ്മൾ നേരത്തെ കിടക്കാൻ വേണ്ടി അലാറം ഒക്കെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 3 മണി 4 മണി ആകുമ്പോൾ ഒറ്റ അടിയാണ്. എന്നാ അടിയാന്നറിയാം അടിക്കുന്നത്. അലാറം അടിച്ചപ്പോൾ എന്തോ ചെയ്തു? എന്തോ ചെയ്യാനോ? അവിടെ കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഓഫ് ചെയ്തു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ. എനിക്ക് കുറേ നല്ല സ്നേഹിതരുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട്, ഈ നല്ല ഡോക്ടേഴ്സും നല്ല സ്നേഹിതരൊക്കെ വിളിച്ചിട്ട് ഡയറ്റ് പറഞ്ഞു തരും. പാസ്റ്റർ പ്രിൻസ് കുറച്ചാളുടെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു കാർബോ കുറയ്ക്കണം, പക്ഷേ യു ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് പ്രോട്ടീൻ. എന്നിട്ട് പറഞ്ഞു, നീ മുട്ടയുടെ വെള്ള കഴിക്കണം, ഉണ്ണി വല്ലപ്പോഴും കഴിക്കണം. എന്നിട്ട് 3-4 മുട്ടയുടെ വെള്ളയൊക്കെ വേണേൽ കഴിച്ച്, ഒത്തിരി അലിയുന്നതല്ലേ, അപ്പം പ്രോട്ടീൻ വേണം, പക്ഷേ ഉണ്ണി മാറ്റി വെച്ചേക്കണം. ഞാൻ ഉണ്ണി മാറ്റി വെച്ചിട്ട് പ്രോട്ടീൻ കഴിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി നക്കി 4 ഉണ്ണിയും കഴിക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാത്ത. എൻ്റെ അമ്മ ക്രോണിക് ഡയബറ്റിക്കായിരുന്നു. അമ്മ മധുരം വിടാതെ ചായ കുടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഒരു കയ്യിൽ ചായയും മറുകൈയിൽ പഞ്ചസാരയും. ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യും? നന്മ ചെയ്യണമെന്ന് അതിന് സമ്മതിക്കാത്ത. ഇതാണ് മനുഷ്യൻ. എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം ഞങ്ങളുടെ നാട്ടിലോട്ട് വന്നാൽ കാണാം, ചില അച്ചായന്മാർ ചോദിക്കും, ഈ വിളമ്പുന്ന പിള്ളേർ, നിൻ്റെ കൈക്ക് വിറയിൽ വല്ലതും ഉണ്ടോ? എടാ മോനെ, നിൻ്റെ കൈക്ക് വിറയിൽ വല്ലതും ഉണ്ടോ? ഇടറ പീസ് ഇങ്ങോട്ട്. ഈ പീസ് ഇടാൻ പറയുന്ന അച്ചായൻ്റെ കൊളസ്ട്രോൾ 400 ആയിരിക്കും.
അപ്പോൾ രണ്ടാമത് ഐസ്ക്രീം ചോദിച്ചെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത തിന്മയുടെ ഒരു പ്രമാണം എൻ്റെ അവയവങ്ങൾ എന്ത് ചെയ്യുന്നു? അതെന്നെ പാപത്തിന് ഞാനോ ജഡമേ. അപ്പം മനുഷ്യരെല്ലാം പാപത്തിന് അതിനകത്ത് പുണ്യം ചെയ്തവരാരുമില്ല, എല്ലാവരും ഏതെങ്കിലും തരത്തിൽ എവിടെങ്കിലും ഒക്കെ വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ആ മനുഷ്യന് എന്ത് ജന്മം വേണം? പുതുജന്മം വേണം. അതാണ് കർത്താവ് പറയുക, നീ പുതുതായി ജനിക്കണം. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും അവർ അതിനകത്ത് പരീക്ഷനാണ്. യഹൂദനൊരു അന്നത്തെ കാലത്തെ ഒരു ഹൈ കാസ്റ്റാണ്. പക്ഷേ യഹൂദനാണെങ്കിലും കൊള്ളാം, യവനാണെങ്കിലും കൊള്ളാം, ജാതി കൂടിയനായാലും കൊള്ളാം, ജാതി കുറഞ്ഞവനാണെങ്കിലും കൊള്ളാം, സിറിയനാണെങ്കിലും കൊള്ളാം, ഹിന്ദു ആണെങ്കിലും കൊള്ളാം, മുസൽമാനാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്ത് കിടക്കണം? ജനിക്കണം, പുതുതായി ജനിക്കണം. അപ്പോൾ പുതുജന്മമാണ്. ആ പുതിയ വെളിപ്പാട് കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, പുതിയ വീഞ്ഞൊക്കെ തരാം. പക്ഷേ എന്തിനാണെന്നറിയാമോ? എല്ലാവരും മേളിൽ നിന്ന് എന്ത് ചെയ്യണം? ജനിക്കണം. അവർ ജഡത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല. എവിടുന്ന് ജനിക്കണം? ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ജനിക്കണം. ആ ജനനത്തിൻ്റെ പേരാണ് എന്ത്? പുതുജനനം, വീണ്ടും ജനനം, ബോണഗെയിൻ. ഇന്ന് ബോണഗെയിൻ ഒരു ഫാഷനായി മാറിയെന്നൊരു സംശയമുണ്ട്. ഒത്തിരി മാട്രിമോണി കോളത്തിലുണ്ട് ബോണഗെയിൻ ഗേൾ, ബോയ് സീക്കിങ്. ബോണഗെയിൻ എന്നൊക്കെ കേൾക്കുമ്പം ചുമ്മാ ചാടി വീഴരുത്, ഒരു ഫാഷനാണത്. ശരിക്കും ബോണഗെയിൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ആത്മാവിനാൽ ജനിക്കണം. ആത്മാവിനാൽ ജനിച്ചവൻ ജഡത്തെ ജയിക്കും. ആത്മാവിനാൽ ജഡത്തെ ജയിക്കാൻ കഴിയണം. ജഡത്തെ ജയിക്കാനാണ് ആത്മാവിനെ തരുന്നത്. അപ്പം ഉയരത്തിൽ നിന്ന് ജനിക്കണം. എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം? ഉയരത്തിൽ. അതെങ്ങനെയാ? ഞാൻ രാവിലെ പറഞ്ഞ പോലെ ക്രിസ്തുവിന് ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ, ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാണ് കഴിയുമ്പോൾ നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിക്കുകയാണ്. പുതുതായി ജനിക്കണം. എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം? പുതുതായി. അത് വ്യക്തിപരമാണ്. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. വ്യക്തിപരമായ ഒരു ദൈവാനുഭവമാണ് പുതുതായി ജനിക്കുക. പുതുതായി ജനിച്ചില്ല എങ്കിൽ എവിടെ കാര്യം കഴിക്കത്തില്ല? ദൈവരാജ്യം. യോഹന്നാനിൽ നമ്മൾ ദൈവരാജ്യം എന്നുള്ളൊരു വാക്ക് പ്രധാനമായും കാണുന്ന ഈ 3-ാം അധ്യായത്തിലാണ്. മത്തായിലൊക്കെ ധാരാളം പ്രാവശ്യം അത് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷകൻ 3-ാം അധ്യായത്തിലാണത് പറയുക. അതുകൊണ്ടാണ് 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ 3-ാം അധ്യായത്തിൽ പുതുതായി ജനിക്കണം. എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജനിക്കണം? പുതുതായി ജനിക്കണം. അത് ആരാണേലും എങ്ങനെ ജനിക്കണം? പുതുതായി ജനിക്കണം. ഞാനൊരു പാപിയാണെന്ന് അംഗീകരിച്ച് കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ദൈവം എന്തു ചെയ്യും? ഹിമം പോലെ വെളുപ്പിക്കും. നമ്മളേക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ്, എന്ത് രക്തമാണ്? വിലയേറിയ രക്തം. ബലം പതിക്കാനാവാത്ത രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ, ആ കർത്താവിന് ഹൃദയം കൊടുക്കുന്നവർ, അത് ഈ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന, മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ഫ്രീഡം ടു ചൂസ് എന്നുള്ളതാണ്. ഫ്രീ വില്ലുണ്ട്. നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ദൈവം പറയുന്നത്. ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ പറഞ്ഞു അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനം. എന്ത് തേജസ്സാണ്? അവന് ഫ്രീഡം ടു ചൂസ്, അവന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യന്. പക്ഷേ ഫ്രീഡം എന്നുള്ളൊരു വാക്ക് ഇന്ന് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം അതാണ്. ഫ്രീഡം ഈസ് ഓൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരവാദിത്തമാണ്. പറഞ്ഞേ, ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് വിദേശത്തൊക്കെ ഉള്ളവർ അവരവിടെ വെച്ചൊരു അവരുടെ ഒരു ടിഷ്യൂ ഒക്കെ കണ്ടാൽ അതിൻ്റെ ആ ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിടും. പക്ഷെ അവരെന്ന് ഇന്ത്യ വരുന്നോ വലിച്ചെറിയും. അതാണ് എൻ്റെ പ്രശ്നം. ഇന്ത്യയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തോ കിട്ടി? സ്വാതന്ത്ര്യം. പണ്ട് ഒരു കഥ കേട്ടെ. ചൈനയിൽ നിന്ന് ഒരു നായ അമേരിക്കയിൽ പോയി. ഫിയാൻസി വിസയിലാണ് പോയത്. അമേരിക്കയിലെ നായ ഫിയാൻസി വിസ എടുത്ത് അമേരിക്കയിൽ ചെന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ നായ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടുത്തെ കുറേ നായ്ക്കളെല്ലാം കൂടെ ഒരു എന്താണ് ബർഗറിൻ്റെ പുറകെ ഓടുക. അപ്പോൾ ഈ ചൈനയിലെ നായ്ക്ക് അങ്ങ് സങ്കടം വന്നു. ചൈന എന്ന് പറഞ്ഞു, വാട്ട് അമേരിക്ക ഈസ് ദിസ്? ഞങ്ങളുടെ ചൈനയിലാണെങ്കിൽ എല്ലാം രാവിലെ ഓരോ പട്ടിക്കും ഒരു ബർഗർ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ അമേരിക്കക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആരെ പറയുന്നേ? അമേരിക്ക പറയുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പോൾ അമേരിക്കയിലെ നായ പറഞ്ഞു, എന്നാൽ പിന്നെ നീ എന്തിനാ ചൈനയിൽ നിന്ന് കെട്ടിയിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചൈനയിലെ പട്ടി പറഞ്ഞു, അവിടെ ബർഗർ കിട്ടുമെങ്കിലും ഉറക്ക കുരയ്ക്കാൻ ഒക്കത്തില്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്.
അവർക്ക് ഫ്രീഡം ഇല്ല. അപ്പോൾ സ്വാതന്ത്ര്യം പക്ഷേ എന്ത് ചിന്തിക്കണം? റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം ഈസ് ഓൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു, പക്ഷേ അത് കുഞ്ഞു കളിക്കാനാണോ? അല്ല, ഉത്തരവാദിത്വത്തോടെ തിരഞ്ഞെടുക്കാനാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ സത്യം അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷകരുടെ ആവശ്യം. അതാണ് അവരുടെ ജോലി. അപ്പം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ജന്മമാണ് എന്ത്? അത് വലിയൊരു അനുഭവമാണ്, ഒരു ഭയങ്കര അനുഭവമാണത്, വ്യക്തിപരമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ പേരാണ് പുതുജന്മം. നമ്മൾ ആ അർത്ഥത്തിലാണ് ക്രിസ്മസിനെ കാണുക. ഇപ്പം ക്രിസ്മസിൻ്റെ സമയമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഓരോരുത്തരുടെയും ക്രിസ്മസ് വ്യത്യസ്തമാണ്. എന്ന് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചോ അതാണ് നമ്മുടെ എന്ത്? ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസിൻ്റെ ഡേറ്റിനെയോ ആഘോഷങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായൊരു സന്ദേശം എന്ന് പറയും. അപ്പോൾ നമുക്ക് വ്യക്തിപരമാണ് ക്രിസ്മസ് കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അങ്ങനെ 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന് വേണ്ടി പുതുജന്മത്തിൻ്റെ കാര്യം പറയുന്നത്, പുതുതായി ജനിക്കണം. ഈ പുതുതായി ജനിച്ച് കഴിഞ്ഞ ഉടനെ സംഭവിച്ചൊരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ യേശു എവിടെ ചെന്നു? ശമരിയാക്കാരത്തിലെടുത്തിയെന്നു. ഈ യഹൂദനും ആരുമായിട്ട് ബന്ധമില്ല, ശമര്യമായിട്ട് ബന്ധമില്ല. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഈ വിഭാഗീയതകൾ, ഒന്നും മതത്തിൻ്റെ പേരില്ല. സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞ ആ വലിയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സാധാരണ പറയുന്നൊരു കഥയാണ്. ഒരു ഒരു അബ്ദുള്ള കുട്ടി, മുസ്ലിം കുഞ്ഞ, കൊച്ചു ക്ലാസ്സില്ല, 1-ാം ക്ലാസ്സില്ല. അവൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നപ്പം ഈ അധ്യാപകരെന്ന് പറയുന്നത് സിലബസിൽ മാത്രം പോകേണ്ടവരല്ലെന്നാണ്. സിലബസ് എന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇടയ്ക്കെങ്കിലുമൊക്കെ പിള്ളേരുടെ കൂടെ യാത്ര ചെയ്യുന്നവനായിരിക്കണം ആര്? അധ്യാപകൻ. അധ്യാപകർ ആരെങ്കിലും കൊടുക്കുക. എന്നും സിലബസ് എന്ന ബസ്സിൽ മാത്രം ഇരിക്കരുത്. അധ്യാപകരുണ്ടോ? ആരാ? ആണോ? ഇടയ്ക്ക് ആ ബസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ബസ്സിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് പിള്ളേരുടെ കൂടെ ഒക്കെ നടക്കണം കേട്ടോ. അതുകൊണ്ടാണ് പറയുക, ടു ടീച്ച് ജോൺ ലാറ്റിൻ. നിനക്ക് ലാറ്റിൻ മാത്രം അറിഞ്ഞാൽ പോരാ, ആരെ കൂടെ അറിയണം? ജോണിനെ അറിയാതെ ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കാൻ ഒക്കുമോ? ഇല്ല. എല്ലാവർക്കും ലാറ്റിൻ അറിയാം, പക്ഷേ ആരെ അറിയത്തില്ല? ഈ അധ്യാപകരെല്ലാം ജോണിനെ പഠിക്കണം. ജോണിനെ പഠിച്ചാലേ ജോണിനെ എന്താ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഫേമസ് ഒരു സ്കൂളുണ്ട്. ഏതാണെന്നറിയാമോ? കത്തോലിക്കർ തുടങ്ങിയ വലിയൊരു സ്കൂളുണ്ട്, ഡോൺ ബോസ്കോ. അച്ഛൻ എങ്ങനെ തുടങ്ങിയെന്നറിയാമോ പിള്ളേരെ? ഞാനിങ്ങനെ കഥ പറഞ്ഞു പോവാണോ? ഡോൺ ബോസ്കോ അച്ഛന് സ്കൂള് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കൊച്ചൻ വന്നു. അപ്പോൾ കൊച്ചൻ ആ പള്ളിയിൽ ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് ആരും വരുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ഒരു കൊച്ചൻ കയറി വന്നു. അപ്പോൾ പള്ളിയിലച്ഛൻ പേര് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊക്കോളം പറഞ്ഞു. അച്ഛൻ അവനെ വിളിച്ചു ചോദിച്ചു. അവനൊരു സ്ട്രീറ്റ് ചൈൽഡാണ്. അവനോട് വർത്താനം പറഞ്ഞപ്പോൾ കപ്പേര് പറഞ്ഞു, അച്ഛൻ അവന് സിവിലൈസ്ഡ് ഒന്നും അല്ല, അവനെ പറഞ്ഞു വിട്. അച്ഛൻ പറഞ്ഞു, അവിടെ ഇരിക്കുക, നിനക്ക് എന്തോ അറിയാം, നിനക്ക് ആൽഫബറ്റ്സ് അറിയാമോ? അവൻ അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാമോ? അറിയത്തില്ല. ഫ്രഞ്ച് അറിയാമോ? അറിയത്തില്ല. അവനൊന്നും അറിയത്തില്ല. അവസാനം അച്ഛൻ അവനോട് ചോദിച്ചു, നിനക്ക് നല്ലപോലെ വിസിലടിക്കാൻ അറിയാമോ? അട്ടിയടാ വിസിലെന്ന് പറഞ്ഞു. അച്ഛനും അടിച്ചു, അവനും അടിച്ചു. അങ്ങനെ അവർ രണ്ടും കൂടെ തുടങ്ങിയ സ്കൂളിൻ്റെ പേരാ ഡോൺ ബോസ്കോ സ്കൂൾ. വിസിലടിച്ചു തുടങ്ങിയ കോമൺ ഒരു ഗ്രൗണ്ട് കണ്ടെത്തി. അതുകൊണ്ടാണ് പറയുക, ടു ടീച്ച് ജോൺ ലാറ്റിൻ യു ഹാവ് ടു നോ നോട്ട് ഓൺലി ലാറ്റിൻ ബട്ട് ടു ജോണിനെ കൂടെ അറിയണമെന്ന് പറയുക. എനിവേ ഞാൻ അപ്പോൾ ഈ അധ്യാപകന് ഭയങ്കര മതഭ്രാന്തന ഒരു അധ്യാപകനാണ്. അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, ഹിന്ദു കുട്ടികളെല്ലാം എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹിന്ദു കുട്ടികളെല്ലാം കുറച്ച് പേര് എഴുന്നേറ്റ്, കൊച്ചു പിള്ളേരെ 1-ാം ക്ലാസ്, അവർക്ക് ഹിന്ദു ഏതാ മുസ്ലിം ഏതാണ്ട് അറിയോ? ഇല്ല. ഹിന്ദു ഏതാണ്ട് എഴുന്നേറ്റ് കുറേ പിള്ളേർ എഴുന്നേറ്റ്. അപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു ഗോവിന്ദൻ. അപ്പം ഗോവിന്ദൻ എഴുന്നേറ്റ് ചെയ്യുന്നപ്പോൾ ആരും എഴുന്നേറ്റ് ചെയ്യുന്നു? അബ്ദുള്ള കുട്ടി എഴുന്നേറ്റ്. ആഹാ, മുസ്ലിമായ നീ ഹിന്ദുവായിട്ട് എഴുന്നേക്കുന്നു. കൊടുത്തു ഒരടി. ആർക്ക്? അബ്ദുള്ള കുട്ടിക്ക്. അബ്ദുള്ള കുട്ടി അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് ഏതോ തെറ്റ് ചെയ്യുന്നത് മനസ്സിലായി, വേറൊന്നും മനസ്സിലായില്ല. ഇച്ചിരി കഴിഞ്ഞാൽ പറഞ്ഞു, ക്രിസ്ത്യാനി പിള്ളേർ എഴുന്നേറ്റേക്കാന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി പിള്ളേർ കുറേ പേർ എഴുന്നേറ്റു. അതിനകത്തെ തോമസും അബ്ദുള്ള കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. അപ്പം ഗോവിന്ദൻ അടി കിട്ടപ്പോൾ ഇനിയിപ്പോൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി തോമസ് എഴുന്നേറ്റായിരിക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആരെഴുന്നേറ്റു? അബ്ദുള്ള കുട്ടിയുടെ. കൊടുത്തു 2 അടി അബ്ദുള്ള കുട്ടിക്ക്. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, മുസ്ലിം കുട്ടികൾ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അവനോർത്ത് ഇനി എഴുന്നേറ്റാൽ എന്തോ കിട്ടും. അവൻ എഴുന്നേറ്റില്ല. കൊടുത്തു 3 അടി. സുഖമായിരിക്കൊണ്ടൊരു കഥയാണ്. അപ്പോൾ മുസ്ലിം അതിൻ്റെ പേരിലെത്ത് കിട്ടി, ക്രിസ്ത്യാനിയോട് എഴുന്നേറ്റടി കിട്ടി, ഹിന്ദുവിനോട്. ഇതാണ് നമ്മുടെ ഈ ലോകത്തിന്. അബ്ദുള്ള കുട്ടി അന്ധമായിട്ട് വളരും. മതഭ്രാന്തനോ വിദ്വേഷമായിട്ടൊക്കെ വളരത്തില്ല. അവന് 3 എന്തോ കിട്ടി, അടി കിട്ടി. ഇതാണ് സത്യത്തിൽ നമ്മുടെ ഈ ജനം കൊടുക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ സമൂഹത്തെല്ലാം തട്ടുകളായിട്ട് തിരിച്ച് അവിടെ ഈ ഉച്ചനീചത്വങ്ങളങ്ങ് ഭയങ്കരമായി. അവർണനും സവർണനും ഉണ്ടായി. ഈ ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ എന്തോ ഇതൊക്കെ പറഞ്ഞാലും ജാതി വ്യവസ്ഥ ഭയങ്കര കൊടുമ്പിരി കൊണ്ടുവരും. അത് ഇറ്റ്സ് എ റിയാലിറ്റി. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ചാതുർവർണ്ണ്യത്തിൻ്റെ വർണ്ണവ്യവസ്ഥകളുടെ ഒരു ലോകത്തായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്.
അതുകൊണ്ടാണ് വിളിച്ചു കേരളത്തെ, എന്താ വിളിച്ചേ? കേരളം ഒരു ഭ്രാന്താലയം. നവോത്ഥാന നായകന്മാർ വന്നപ്പം പഠിപ്പിച്ചു, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ മതഭ്രാന്തിനെ, ജാതിഭ്രാന്തിനെ എതിർക്കുകയാൽ. പക്ഷെ സത്യത്തിൽ ഈ ജാതിഭ്രാന്ത് കൊടുമ്പിരിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ഉണ്ടായത്. സത്യത്തിൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ റവല്യൂഷനായിരുന്നു. എന്നാ കാര്യം ചോദിച്ചാൽ, അവിടെ അവർണനും സവർണനും മുതലാളിയും തൊഴിലാളിയും എല്ലാം കൂടെ ഒരു പായയിരുന്നു. എന്നിട്ട് ഒരപ്പത്തിൽ നിന്ന് കഴിച്ചു. എന്നിട്ട് പാത്രം വന്നപ്പോൾ ഒരു പാന. കോവിഡിന് ശേഷമാണ് എന്തോ വന്നത്, പല സഭകളിലും എന്തോ വന്നത്, കപ്പ് വന്നത് അറിയാമോ? ഞങ്ങളുടെ ചർച്ച വളർന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഈ നിപ്പയൊക്കെ വന്നപ്പോൾ കുറേ ചെറുപ്പക്കാർ എൻ്റെ പപ്പ എടുത്തിയെന്ന് പറഞ്ഞു, പപ്പ നമുക്ക് കപ്പ് മാറ്റി, അല്ല ഗ്ലാസ് മാറ്റി എന്താക്കാം, കപ്പ് മാറ്റാം. പപ്പ പറഞ്ഞു, മക്കളെ അത് തെറ്റെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ ചത്തിട്ടേ ചെയ്യാവൂ. ദൈവകൃപ കൊണ്ട് ആ മനുഷ്യൻ കോവിഡിന് മുമ്പ് ചത്തു. അല്ലേ കോവിഡിൽ എന്തോ ചെയ്തന്നെ, ഞാൻ ചത്തിട്ടേ ചെയ്യാവൂ. കപ്പ് വരുന്നതിന് മുമ്പ് പുള്ളിയെ തമ്പുരാൻ എടുത്തു. അവരുടെ നിർബന്ധമായിരുന്നു, തെറ്റല്ല. അവരെന്തോ കുടിച്ചു, ഒരു കപ്പിൽ നിന്ന് കുടിച്ചു. അത് കഴിഞ്ഞപ്പം കെട്ടിപ്പിടിച്ച് എന്തോ കൊടുത്തു, ഉമ്മ കൊടുത്തു, പാടി മഹൽ സ്നേഹം. ഈ മനുഷ്യരെല്ലാം വിഭാഗിതയുടെ നടിച്ചുപടെ ലോകത്തേക്ക് നിന്ന് ശ്വാസം മുട്ടുന്ന ഒരു ലോകമായത്. വല്ലാത്ത ശ്വാസം മുട്ടലാണ് ഇന്നത്തെ ലോകത്ത്. ഇവിടെ ഇന്ന് കാസ്റ്റ് മാറിയിട്ട് ക്ലാസ് വന്നു. വർഗസമരം, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന വർഗസമരത്തെക്കുറിച്ചാണ്. വർഗസമരമായി. എന്താ? മുതലാളിയും തൊഴിലാളി. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, കൊച്ചിലെ തൊട്ടുള്ള വാക്കുന്നത് കേൾക്കുന്നത് ഇൻകുലാബ്. എന്താ? വർഗസമരമാണ്. തൊഴിലാളിയെ ശത്രുവായിട്ട് കാണുന്ന, മുതലാളിയെ ശത്രുവായിട്ട് കാണുന്ന ആരാ? തൊഴിലാളിയും. തൊഴിലാളിയെ ശത്രുവായിട്ട് കാണുന്ന, അതിനും വ്യത്യാസം വരുത്തിയത് കർത്താവാണ്. അതുകൊണ്ടാണ് എഫേസ്യർ പറയുന്നത്, യജമാനന്മാരെ നിങ്ങൾ ആരെ സ്നേഹിക്കണം, ദാസന്മാരെ നിങ്ങൾക്ക് ആരുണ്ട്, മേളിലൊരു യജമാനൻ ഉണ്ടെന്നോർത്ത് ആരെ സ്നേഹിക്കണം, യജമാനന്മാരെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞ് നടിച്ചൂരുകൾ ഇടിച്ചു കളഞ്ഞ വിമോചനത്തിൻ്റെ പടകധ്വനി, കാഹളം മുഴക്കിയത് ക്രിസ്തുവാണ്. അപ്പം പുതുജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പുതുജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ഇല്ല? നടിച്ചുവരില്ല. ഒന്ന് സ്വോത്രം ചെയ്തേ. പുതുജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഉയർന്നവനും താണമൊന്നുമില്ല, ദാസനെന്നും സ്വതന്ത്രനുമില്ല, ഒറ്റ ആരേ ഉള്ളൂ, അപ്പൻ്റെ മക്കളാണ്. ഐഡൻറ്റിറ്റി അപ്പൻ്റെ മക്കളാണ്. അവിടെ വിഭാഗിതകളില്ലാതെ ആരാധിക്കാൻ കഴിയണം, ശ്വാസം മുട്ടാതെ ആരാധിക്കാൻ കഴിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി ചിരിക്കണം. യോഗത്തിന് വന്നാൽ ചിരിച്ചിരിക്കണം. ചിരിക്കാത്ത ഒരാളും ദയവായി യോഗത്തിന് വരരുത്. കാരണം മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ. 2, ചത്ത ചിരിക്കാനൊക്കുമോ? ചത്ത് കഴിഞ്ഞ് നിങ്ങൾ ചിരിച്ചാൽ, ചത്ത് കഴിഞ്ഞ് ചിരിച്ചാൽ എന്താ പറ്റും? അടക്കം മാറുമായിരുന്നു. അവൻ ചത്തുകുത്തില്ലേ കാണുന്നവൻ. നടന്നൊരു സംഭവം ഞങ്ങളുടെ അടുത്തൊരു, എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ്. പുള്ളി ഇച്ചിരി വെള്ളവും കഞ്ചാവും ഒക്കെ ആയിരുന്നു പോലും. പുള്ളി ഏതായാലും ശരിയായി. പിന്നെ പിന്മാറിപ്പോയി. അവസാനം അങ്ങ് വല്ലാതായിപ്പോയി. അങ്ങനെ കല്ലറയിലായിരുന്നു പോയി കിടക്കുന്നത്. കേട്ടോ വെച്ച് കല്ലറയിൽ കിടക്കുക. വെളുപ്പാൻ കാലത്ത് പുള്ളി കല്ലറയുടെ പുറത്ത് വെളുപ്പിന് എഴുന്നേറ്റ് ഒരു സാധനം വലിച്ചുകൊണ്ടിരുന്നപ്പം അതുവഴി ഒരാൾ കയറിപ്പോയി. നേരം വെളുക്കുന്നേ ഉള്ളൂ. ഈ പുള്ളി ചോദിച്ചു, ആരാ? ഇങ്ങനെ പറഞ്ഞു, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയത്. പോയ ആൾ ഫ്ലാറ്റായിപ്പോയി. ആ ആൾക്ക് വേണ്ടി ഞാൻ പോയി പ്രാർത്ഥിച്ചതാ, പുള്ളിയുടെ പേടി മാറാൻ. ഞാൻ പ്രാർത്ഥിച്ച അപ്പോൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാനൊക്കുവോ? ഇല്ല. ചിരിക്കാനൊക്കുവോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ സഭയിൽ ഒരു റൂളുണ്ട്, 7 പേരോട് ചിരിക്കാതെ ആരും പുറത്ത് പോകാനൊക്കത്തില്ല. ഏറ്റവും മിനിമം കൂട്ടത്തിൽ വരാത്ത ആരോട്? 7 പേരോടെങ്കിലും മിനിമമാണ്. മാക്സിമം എത്ര വരെ ആകാം. അപ്പം നടിച്ചൂരുകൾ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ചിരിക്കണം, എല്ലാവരോടും വർത്തമാനം പറയണം. ഉച്ചനീചത്വങ്ങളൊന്നും പാടില്ല. ആരും ഞെളിയരുത്, ആരും വലുതല്ല. എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. ഇതാണ് പെന്തക്കോസ്ത്. അതാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്റ്റലിസം ഭയങ്കര റവല്യൂഷനാണ്. ഈ കഥകളെല്ലാം തന്നെ ഉണ്ടായത് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. പറയിപ്പറ്റ പന്തിരികുലം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതും ഒരു റവല്യൂഷൻ്റെ ഭാഗമായിരുന്നു. ഒരമ്മയ്ക്കും ഒരപ്പനും പെറ്റ ഓരോ മക്കളും ജനിക്കുമ്പോൾ അപ്പൻ ചോദിച്ചു, എന്തോ ഉണ്ടോ? വായുണ്ടോ? കളഞ്ഞേക്കാൻ പറഞ്ഞു. കളഞ്ഞപ്പം ബ്രാഹ്മണനെടുത്ത് വളർത്തിയവൻ ആരായി? ബ്രാഹ്മണനായി. ചണ്ടാലിനെടുത്ത് വളർത്തിയവൻ ആരായി? ചണ്ടാലിനായി. അങ്ങനെ ഓരോരുത്തരും ഓരോന്നായി.
കഥയുടെ തന്തു ഇത്രയേ ഉള്ളൂ. എല്ലാവരും ആരുടെ മക്കളാണ്? ഒരപ്പൻ്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ആ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ സാങ്കത്യം നൽകുന്ന ഒരനുഭവമുണ്ട്. ഈ അപ്പൻ്റെ മക്കൾക്കിടയിൽ ഒരു നടിച്ചുവരും ഇല്ലാതിരിക്കണം. നടിച്ചുവരുകളില്ലാതെ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്തുവെന്ന ശരീരമാകുന്ന സഭ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ വലിയവനും താണവനും ഉയർന്നവനും അതുപോലെ തന്നെ ഓർക്കാം. എനിക്ക് പക്ഷേ ഇന്നത്തെ ഈ മക്കളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. കുറേ കാര്യങ്ങൾ അവർ നല്ലവരാണ്. ഇന്നത്തെ മക്കൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത, അവരെന്തോ പറയത്തില്ല, ജാതി പറയത്തില്ല. വി സല്യൂട്ട് യു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മൾ ചെന്ന് ജാതി ഏത് വട്ടാണ് അമ്മയ്ക്ക് എന്ന് ചോദിക്കോ? ജാതി പറയാൻ സമ്മതിക്കുന്നത് പിള്ളേർ ഇല്ല. നിങ്ങൾ ഏത് കാലത്ത് ജനിച്ചാന്നൊക്കെ അവർ ചോദിക്കും. മൂട ജാതിയെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തുമെന്ന് കേട്ടിട്ടില്ലേ? ശിശുക്കളുടെ വായി ജ്ഞാനം കൊടുക്കും. പിള്ളേർ ജാതി പറയുമോ? ഇല്ല. രണ്ടാമത് പിള്ളേർ ഈ ആണും പെണ്ണും വ്യത്യാസം കുറവാണ്. നീ പെണ്ണല്ലയോ എന്ന് ചോദിച്ചാൽ അവർ പറയും പെണ്ണാണ്. എന്താണ് ആണോ? ആണും പെണ്ണും നമ്മളെ വ്യത്യാസം കൂടുവാണോ കുറയുവാണോ? കുറേ തന്നെയല്ല, അപകടകരമായ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നുമുണ്ട് അല്ലേ? ഈ ആഭരണം സ്ത്രൈണഭാവമാണോ പൗരുഷഭാവമാണോ? ശരിക്കും സ്ത്രൈണഭാവമാണ് പൊതുവെ, ആണോ? ശരിയല്ലേ? ആഭരണം ഒരു പരിധി വരെ സ്ത്രൈണഭാവമല്ലേ? പക്ഷേ ഇന്ന് പെൺപിള്ളേർ പലർക്കും എന്തോ ഇല്ല, ആഭരണമില്ല. ഞാനൊരു മാളി വെച്ചൊരു ഒന്നും ഇടാൻ വരുന്ന കടിച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അയ്യോ, അവളെന്നെ ഒരു നോട്ടം. അവൾ വേറെ ഏതോ, അവൾ ആദ്യമായിട്ട് കേൾക്കുക കൊച്ച്. ഞാനോർത്ത് ആഭരണം ഇല്ലാഞ്ഞപ്പോൾ എന്തായിരിക്കും? ഞാൻ പെന്തക്കോസ്തുകാരനാണ്. അപ്പം ഞാനോർത്ത് അത് പെന്തക്കോസ്തായിരിക്കുമെന്ന്. പക്ഷേ ഇന്നത്തെ പെൺപിള്ളേർക്ക് എന്തോ ഇല്ല, ആഭരണമില്ല. ആൺപിള്ളേർ നോക്കിയോ, ഇവിടെയും കുത്തി, ഇവിടെയും കുത്തി, ഇവിടെയും കുത്തി, എല്ലായിടത്തും എന്തോ ചെയ്യുക, കുത്തുക. കണ്ടോ? ഇനി പെൺപിള്ളേർ നോക്കിയ മുടിയൊക്കെ ഒത്തിരി പേര് ബോബ് ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ദിസ്. ഓ, ഞങ്ങളങ്ങ് മെയിൻറ്റെയിൻ. അപ്പോൾ ഇവന്മാരെന്തോ ചെയ്തേക്കുക, വളർത്തി കെട്ടി വെച്ചേക്ക്. അവൾ വെട്ടിക്കളഞ്ഞു. ഈ പെൺപിള്ളേരിടുന്ന നിക്കറിൻ്റെ ഇറക്കം എത്രയുണ്ട്? പെൺപിള്ളേരിടുന്ന ഈ നിക്കറില്ലേ എത്രയുണ്ട്? പറയടാ. പെൺപിള്ളേരിടുന്നോ? ആൺപിള്ളേരിടുന്നതിന് 3/4. ഞങ്ങളാ ഡീസൻ്റ്, നിങ്ങളല്ല. പെൺപിള്ളേർ ഇത്രയില്ലേ ഇടുന്നേ? ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടാണ് ഈ മൂന്നാറിനൊക്കെ പിള്ളേർ പോകുന്നത്. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് എന്ന് പറയും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് സോളോ ട്രിപ്പ് പോകാൻ. ഞാനൊരു പെങ്കച്ചോണ്ട് ചോദിച്ചു എന്തോ ധൈര്യം, പെപ്പർ സ്പ്രേയും പിച്ചാത്തിയും പുറത്തിലുണ്ടെന്ന് പറഞ്ഞു. പെപ്പർ സ്പ്രേ ഉണ്ട്, പിച്ചാത്തിയുണ്ട്. അത് ഭയങ്കര ഊരിനാണ് പോകുന്നത്. അവൾ ഈ നിക്കറൊക്കെ ഇട്ട് മുടിയൊക്കെ ബോബി ചെയ്ത് ആഭരണം ഒന്നും ഇടാതെ ബുള്ളറ്റിൽ മൂന്നാറിൽ പോകുമ്പോൾ അവൻ മുടിയും കുത്തി കൈനറ്റിക് കൊണ്ടായ പുറകെ. അപ്പോൾ ആൺ പെൺ റേഷ്യോയിൽ ഈ ഹൈറാർക്കിയൊക്കെ എന്ത് ചെയ്തു മാറി. പ്ലസും മൈനസും അതിനകത്തുണ്ട് കേട്ടോ, അത് വേറെ സത്യം. എന്നാൽ പോലും ഉച്ചനീചത്വങ്ങൾ കുറഞ്ഞൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനെല്ലാം ഏറ്റവും ഒരു ആരംഭം കുറിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തു നടിച്ചുവരുകൾ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. നടിച്ചുവരുകളില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ശമരിയക്കാർക്കും യഹൂദനിടയ്ക്ക് ഭയങ്കര നടിച്ചുവരാണ്. കർത്താവ് അതിനെ ഇടിച്ചു കളഞ്ഞു. ഇനി രണ്ടാമത് വീടുകളിൽ നടിച്ചുവരുണ്ടാകുന്നു. സത്യത്തിൽ ഇന്ന് മനുഷ്യർ ശ്വാസം മുട്ടുക, അത് സത്യമാണ്. വീടുകൾ ഒരു ഖലീൽ ജിബ്രാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വീടുകളിൽ ശ്വാസം മുട്ടുന്നില്ല. കാരണം രണ്ട് നില വീട്ടിൽ പിള്ളേർ താമസിക്കുന്ന മേളിലാണോ താഴെയാണോ? പിള്ളേർ എവിടെ ആയിരിക്കും? മേളില. അപ്പച്ചനും അമ്മച്ചി അച്ഛനും ഒക്കെ എവിടാ? താഴെ. ഇവരെപ്പം മേളിയും താഴെ വരും? എപ്പം കഴിക്കാൻ? എപ്പോഴാണ്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, 12 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ അല്ലേ? അവർ തോന്നുമ്പോൾ ഇറങ്ങി വരും, തോന്നുമ്പോൾ കയറിപ്പോയി. ഇവരിങ്ങനെ നോക്കിയിരിക്കുക. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ എന്നോട് മോന് വേണ്ടി, അപ്പം മോന് മേളിൽ ഇരിക്കുന്ന മോന് അമ്മ ടെസ്റ്റ് അയച്ചു, സൺ കുഡ് യു പ്ലീസ് കം ഡൗൺ, പാസ്റ്റർ ഈസ് വെയിറ്റിംഗ്. ഉടനെ ഇവൻ തിരിച്ചയച്ചു, സോറി അമ്മ, ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം. ഞാൻ പറഞ്ഞു ഞാൻ പോയി വിളിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു പാസ്റ്റർ പോയി വിളിച്ചാൽ അവൻ വരും, പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. അവനിഷ്ടമില്ല അവനെ പോയി കൊട്ടുന്നേ. നടിച്ചു വരാ, ശ്വാസം മുട്ടുക അല്ലേ? നമ്മുടെ വീടുകളിൽ നടിച്ചുവരുണ്ടാകരുത്. ചെറിയ കാര്യങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. ഒരു നല്ല അച്ചായൻ, കാശുള്ള അച്ചായനാ, പിണങ്ങരുത്. ഞാനിത് പറയുന്നുണ്ട്. ഒരു പക്ഷേ വേറൊരാളിത് പറയത്തില്ല. അദ്ദേഹം എൻ്റെ അടുക്കെന്ന് പറഞ്ഞു, ഒരു കൊച്ചു കട്ടിൽ കിട്ടുമോ? ചെറിയൊരു കട്ടിൽ. ഞാൻ ചെന്നിടത്തെല്ലാം ക്യൂൻ സൈസും കിങ് സൈസും കട്ടിലേ ഉള്ളൂ. എനിക്കൊരു കൊച്ചു കട്ടിൽ മേടിച്ചു തരണം, അല്ലെ പാഷ പണിത് തരണം. വലിയ കാശുള്ള അച്ചാനാ, വലിയ വീട്ടിലെ അച്ചാനാ. ഞാൻ ചോദിച്ചു എന്തിനാ? എൻ്റെ പൊന്നു മോനെ, കെട്ടി വന്നപ്പോൾ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു, ഒരു കൊച്ചു കട്ടിലല്ല കിടക്കുന്നത്. അപ്പോൾ ഈ പുള്ളി അവൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി എന്നെ എന്തോ ചെയ്യും, കെട്ടിപ്പിടിച്ചാൽ കിടന്നേ. ഇപ്പം കിങ് സൈസ് കട്ടിലായപ്പോൾ അവൾ അങ്ങേ അറ്റത്ത്, ഞാൻ ഇങ്ങേ അറ്റത്ത്. ഇവളെ ഒന്ന് തിരിച്ചടിപ്പിക്കാൻ നോക്കിയാൽ അതിലും ഭേദം എവറസ്റ്റ് കയറുക. അതുകൊണ്ട് ഞാൻ വിട്ടു.
നീ എനിക്കൊരു കൊച്ചു കട്ടിൽ പിടിച്ചു തരാം. ഞാൻ ചോദിച്ചു എന്തിനാ? ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ചാകാനാണ്. കാശുണ്ടായി. അവിടെ എന്തോ ഒരു കട്ടിലാണേലും എന്തോ ഉണ്ട്, നടിച്ചുവരാണ്. ഭയങ്കര ശ്വാസം മുട്ടലാണ് വീടുകൾ. മനുഷ്യർ ശ്വാസം മുട്ടുക, തുറന്ന് വർത്താനം പറയാൻ നോക്കൂ. എന്തോ ഇങ്ങനെ പേടിക്കുന്നേ? നടിച്ചുവരില്ല. ഒന്ന് പൊട്ടിച്ചിരിക്കാൻ നോക്കൂ. ഒന്ന് വർത്താനം പറയാനുണ്ടോ? സ്വാതന്ത്ര്യമുണ്ടോ? എവിടെ എത്ര നല്ല വീടുകളിൽ പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ട്. ഒരു നല്ല പൊട്ടിച്ചിരി കേൾക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്. സഭായോഗം കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ വർത്താനം പറയുന്ന എത്ര പേരുണ്ട്. പോകുന്ന പോക്ക് കണ്ടിട്ടില്ലേ? നിങ്ങളെവിടെ പോയി? ഇത് എവിടെ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. എവിടെ പോവാ? സ്പീഡിൽ ഇത്ര സ്പീഡിൽ എവിടെ? ഇത്ര സ്പീഡ് വേണ്ട. AI ക്യാമറ ഉണ്ട്. ഇത്ര സ്പീഡൊന്നും വേണ്ട ജീവിതത്തിൽ. ജീവിതം ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ പോകണം. എല്ലാവരും കണ്ട വർത്തമാനം പറയണം, ചിരിക്കണം. ദൈവസഭയെ വന്നാൽ എല്ലാവരോടും സഹകരിക്കണം. നടിച്ചുവർ പാടില്ല. നടിച്ചുവരില്ലാതെ ജീവിക്കണം. ഒറ്റ ആയുസേ ഉള്ളൂ നമുക്ക്, അല്ലേ ഉള്ളൂ? ഒരായുസല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആയുസിൽ നടിച്ചുവരുകളില്ലാതെ ജീവിക്കണം. സ്നേഹിച്ച് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. കർത്താവേ, ശമരിയാക്കാരത്ത് സ്ത്രീ എടുക്കുക. ആര് വന്നു? യേശു വന്നു. സ്തോത്രം ചെയ്തേ. ശമരിയാക്കാരത്ത് സ്ത്രീ എടുത്ത് യേശു വന്നു. ഇത് 4-ാം അധ്യായത്തിൻ്റെ സന്ദേശമാണ്. പുതുജന്മം ഉണ്ടായാൽ പിന്നെ എന്തോ പാടില്ല, ഒരു തരത്തിലും നടിച്ചുവര് പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൂട്ടായ്മയുടെ സന്തോഷമൊക്കെ എവിടെയോ അന്യപ്പെട്ടു പോവുകയാണ്. നമുക്കിന്ന് സത്യത്തിൽ പിണങ്ങരുതേ. ഫെസ്റ്റിവൽസും കൺവെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ സൗഹൃദങ്ങൾ കുറഞ്ഞു. മനസ്സ് തുറന്ന് പറയാൻ ഒരാളില്ലാതെ പോയി. ഞാൻ എൻ്റെ സങ്കടം പറയാൻ എൻ്റെ പഴയ കൂട്ടുകാരെടുത്ത് പോയിട്ടുണ്ട്. ഒരൊറ്റ ആത്മീയരായ പലരോടും എനിക്ക് സങ്കടം പറയാൻ പേടിയാണ്. ഞാനൊന്ന് പൊട്ടിക്കരയാൻ ആളെ തപ്പിയിട്ടുണ്ട്. എന്താ മനുഷ്യർക്ക് പറ്റതേ? നടിച്ചുവര് സൗഹൃദങ്ങൾ കുറഞ്ഞു. കർത്താവെ, നടിച്ചുവരുകളില്ലാത്തൊരു സമൂഹം കർത്താവിൻ്റെ വരവിന് മുമ്പ് സങ്കടങ്ങൾ പറയാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ആ തോളി ചാരിക്കിടന്ന് കരയാനും ഒക്കെ കഴിയുന്ന ഒരു പുതിയ നിയമസഭയുടെ വെളിപ്പാട് ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ 2025 നമുക്ക് കർത്താവ് തന്ന കുറച്ചുകൂടെ സ്നേഹിക്കാൻ, കുറച്ചുകൂടെ സൗഹൃദം പങ്കുവയ്ക്കാൻ, കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് എല്ലാവരെയും ഒന്ന് കണ്ട് ജീവിക്കാൻ, കുറച്ചുകൂടെ എവിടെങ്കിലുമൊക്കെ ഒന്ന് വീടുകളിൽ പോകാനൊക്കെ എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് നടിച്ചുവരുകളില്ലാതെ ജീവിക്കണം. ശ്വാസം മുട്ടലുകളില്ലാതെ ജീവിക്കണം. സൗഹൃദങ്ങൾ പങ്കുവെച്ച് ജീവിക്കണം. സഭ അതാണ്. യേശു എവിടെ പോയി? ശമരിയാക്കാരത്തെ സ്ത്രീ എടുത്തു പോയി. ഈ ശമരിയാക്കാരത്തെ സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ കർത്താവളെ അഡ്രസ്സ് ചെയ്യണം. എന്ത് ടാക്ട്ഫുള്ളായിട്ടാണ് കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത്. കർത്താവളോട് കർത്താവ് സംസാരിക്കുമ്പോൾ വെള്ളമാണ്. അതുകൊണ്ടാണ് നല്ലൊരു മനോഹരമായ പാട്ടുണ്ട്. നമ്മുടെ ഈ കരോളിനൊക്കെ പാടുന്ന പാട്ട്. നട്ടുച്ച നേരത്ത് കിണറ്റിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പ്. ബാക്കി അറിയാമോ? ശമരിയക്കാരി ഞാൻ കോരിയ വെള്ളം തീണ്ടലില്ലേ. അമ്മച്ചി പാടുന്നുണ്ട്. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. ആ പാട്ടൊക്കെയാണ് അതിൻ്റെ കോണ്ടസ്റ്റ്. ഈ ഒരു കോണ്ടസ്റ്റാണ്. അപ്പോൾ അവിടെ വെച്ച് കർത്താവ് ആ സഹോദരിയോട് സംസാരിക്കുകയാണ്. കർത്താവ് അവളോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനല്ല എന്തു ചെയ്യും? പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായിത്തീരും. അവിടെ ദാഹത്തെയാണ്. ഈ മനുഷ്യൻ്റെ പ്രശ്നം എന്താ? നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ പ്രശ്നം എന്താ? മനുഷ്യനായ മനുഷ്യരുടെ അകത്തല്ല ഒരു ദാഹമുണ്ട്, ഒരു ശൂന്യതയുണ്ട്, ഒരു വാക്കുമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അത് ആ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ അത് ഗോഡ് സ്പേസ് എന്നാണ് പറയുക. ആ ഗോഡ് സ്പേസ് ഗോഡ് കൊണ്ട് മാത്രമേ, ദൈവത്താൽ മാത്രമേ ഫില്ല് ചെയ്തപ്പെട്ടാലേ സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇന്ന് മനുഷ്യർ സബ്സ്റ്റിറ്റ്യൂട്ട് തേടുക. ഇവളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് തപ്പുകയാണ്. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് തപ്പിയേ? ഒരു സെക്ഷൽ ലൈഫിൻ്റെ ആ വഴികെട്ട പോക്കിലൂടെ ഏതോ ഒരു ദാഹം തീർക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഒരു ക്രേവാണ് ആ കുട്ടി. അവൾ നല്ല പെൺകുട്ടിയായിരിക്കും. പക്ഷേ അവിടെ അകത്തൊരു ദാഹമുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം. അതിനവൾ പരീക്ഷിച്ച വഴി കണ്ടെത്തിയത് തെറ്റായിപ്പോയി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ എന്തല്ല
ഭർത്താവല്ല. അരാജകത്വം നിറഞ്ഞ ഒരു ലൈംഗിക ജീവിതത്തിലൂടെ ഏതോ ഒരു ദാഹത്തെ ശമിപ്പിക്കുവാൻ അവൾ ശ്രമിക്കുക. പലരും പല വഴികളിലൂടെയാണ് ശ്രമിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചീത്തയാക്കുന്നതും തകർക്കുന്നതും ആ ദാഹമാണ്, ഡ്രഗ്സാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം, അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും വലിയ ദുരന്തം എന്താ? ഡ്രഗ്സാണ്. ഭയങ്കര ഭീതിയോട് കാണേണ്ടതാണ്. ഞാൻ ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സർവേ എടുക്കാൻ ശ്രമിച്ചു. എൻ്റെ പിള്ളേരോട്, ഞങ്ങളുടെ കുറേ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടി. എന്തിനാണെന്നറിയാമോ? ഇവിടെ ഡ്രഗ്സ് എടുക്കുന്ന പിള്ളേർ ഒരു 2 കിലോമീറ്റർ ആര് കാണും. അവസാനം എൻ്റെ പിള്ളേർ കണ്ടെത്തിയ, എൻ്റെ അച്ഛനെ പിള്ളേർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും എളുപ്പം ഉപയോഗിക്കാത്ത ആരുണ്ടെന്ന് തപ്പുമായിരിക്കും. ഇറ്റ്സ് എ റിയാലിറ്റി. ഉപയോഗിക്കാത്തവരെണ്ണ എടുക്കുന്നതായിരിക്കും മറ്റേതിനെക്കാട്ടും എളുപ്പം. പുറത്ത് കാണുന്നതല്ല. അവർക്ക് ഈ കമ്പനി അറിയാമല്ലോ പിള്ളേരാരാ. ഇത് റിയാലിറ്റിയാണ്. എന്താ ഇവർക്ക് പറ്റുന്നത്? ഇവർ ടെൻഷൻ അടിച്ചിരിക്കും. ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര ടെൻഷനാണ്. എന്തിനാണെന്ന് അറിയത്തില്ല. ഈ മക്കൾക്ക് മുഴുവൻ എന്താ ടെൻഷൻ. എന്തിനാ പിള്ളേർ ഈ ടെൻഷൻ അടിക്കുന്നത്? അത് നമ്മുടെ കൂടെ കുഴപ്പമാണ്. പരീക്ഷ എഴുതുമ്പോഴത്തേനും പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ? എന്തോ പരീക്ഷ എഴുതണം, അതിനിപ്പോൾ എന്തോ? അല്ല, പരീക്ഷ തോറ്റാൻ എന്തോ പറ്റും? നിങ്ങൾ പരീക്ഷ തോക്കാനല്ല ഞാൻ പറഞ്ഞത്. പരീക്ഷ തോറ്റാൻ എന്തോ പറ്റും? പരീക്ഷ ജയിച്ച പലരും ഫുൾ A+ കിട്ടിയിട്ട് ജീവിതത്തിൽ തോറ്റുപോയില്ലേ? ഏറ്റവും വലുത് ഫുൾ A+ കിട്ടുന്നതൊന്നുമല്ല, ജീവിതത്തിൽ A+ മേടിക്കണം. അതാണ് ഏറ്റവും വലിയ വിജയം. ജീവിതത്തിന് A+ മേടിക്കണം. അമ്മ, കൊച്ചു പരീക്ഷയുടെ A+ അല്ല വലുത്, ജീവിതം എന്ന പരീക്ഷയുണ്ട്. കാരണം ഫുൾ A+ മേടിച്ചിട്ട് ഇപ്പം പറയുക കെട്ടണ്ട, ഭയങ്കര ഡോക്ടർ. ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് സംസാരിച്ചപ്പോൾ എന്താ ഫേമസ് എന്താണ്, പലയിടത്ത് പോയി മെഡിസിൻ കഴിഞ്ഞ് ഒത്തിരി ഫെലോഷിപ്പും അതും ഇതും എല്ലാം പഠിച്ച അവർക്ക് കല്യാണം ഇല്ല നിൽക്കുക. അവരുടെ സ്കൂളിലെ ഒരു ഗാദറിങ് പഠിച്ചു. അപ്പോൾ പഴയ ക്ലാസ്സിലെ സ്കൂളിലെ പിള്ളേരെല്ലാം കൂടെ വന്നു. അതിനകത്ത് ഒരു സാധാരണ പെൺകുട്ടിയുണ്ട്, ഇവളുണ്ട്. അവളിപ്പം പറഞ്ഞു അവൾ ഇന്നാണ്, ഇന്ന ഡിഗ്രി ഉണ്ട്, MBBS ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട്, 5 പിള്ളേരുമായിട്ടാണ് വന്നത്. അപ്പോൾ അവൾ ചോദിച്ചു, ഇതെല്ലാം ആരുടെ തടി? എല്ലാം എൻ്റെ തടാ. നിനക്ക് ഞാൻ സ്റ്റിൽ ലെറ്റ് ടു മാരി. ആരാ ജയിച്ചേ? സത്യം പറ, ആരാ ജയിച്ചേ? മക്കളില്ലാത്തവൾ ജയിച്ചോ? 5 മക്കളുള്ള ഇവളാണോ ജീവിതത്തിൽ ജയിച്ചത്? ഈ ഡോക്ടറാണോ? പറയടാ, ധൈര്യമായിട്ട് പറ. 5 മക്കൾക്ക് ജന്മം കൊടുത്ത ഇവളാണ് എന്ത് ജയിച്ചേ? ജീവിതത്തിൽ ജയിച്ചേ ആണോ? ജീവിതത്തിൽ ജയിക്കണ്ടേ? ഇവരിങ്ങനെ ജീവിതത്തിൽ ജയിക്കണം. കല്യാണം കഴിക്കണം കേട്ടോ. പിള്ളേരെല്ലാം സമയത്ത് കെട്ടണം. ചുമ്മാ കയറി കെട്ടല്ലേ. 18 തികഞ്ഞെന്നും പറഞ്ഞിട്ട് ഓടിപ്പോകരുത്. ജീവിതത്തിൽ കെട്ടണം. കെട്ടിയാൽ നേരത്തെ മക്കളുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നു, യൗവനത്തിലെ മക്കൾ വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഇത് സഭയെ പഠിപ്പിക്കണം. യൗവനത്തിൽ എന്തോ ഉണ്ടാകണം? കല്യാണം കഴിക്കണം. എന്നാലും എന്തോ ഉണ്ടാകത്തുള്ളൂ? മക്കളെന്നാണോ മകനെന്നാണോ? മക്കൾ. ഉറക്കെ പറഞ്ഞേ, മക്കൾ യഹോവ നൽകുന്ന അവകാശം. ഒന്നുകൂടെ പറഞ്ഞേ, മക്കൾ. 2 മക്കളുള്ളവർ, രണ്ടാമത്തെ കുഞ്ഞായി ജനിച്ചവരൊന്ന് കൈ പൊക്കിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണത്തില്ല. ദൈവം അനുഗ്രഹിക്കണം. 3ാമത്തെ മക്കളായി ജനിച്ചവർ ഉണ്ട്. 3, 4 വീട്ടിൽ 4ാമത്തെ മക്കളായി ദൈവം അനുഗ്രഹിക്കട്ടെ. 5 കുഞ്ചി അമ്മയ്ക്ക്, 5ാമൻ ഓമന കുഞ്ചുവ. 6ാമത്തെ മക്കള്, 6ാമത്തെയാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. 6, 7 ദൈവം അനുഗ്രഹിക്കട്ടെ. 8 ദൈവം അനുഗ്രഹിക്കട്ടെ. 9, 9ാമത്തെ കുഞ്ഞുണ്ടോ? 10, 11 പുറയിൽ നല്ലൊരു കയ്യടി പുള്ളിക്കല്ല, അമ്മയ്ക്ക്. 11ാമത്തെ മക്കൾ വരുന്നത്. ഞാൻ അടിവര ഇട്ട് പറയാം, ഒരു 20 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ 3ാമത്തെ കാണത്തില്ല. കാണുമോ? ഇല്ല. 11ാമത്തെ മക്കൾ. ആ അമ്മയൊക്കെ എന്ത് പുണ്യം ചെയ്ത അമ്മയാ. 11 മക്കളെ ഈ ഭൂമിക്ക് ദൈവത്തിന് കൊടുത്തു. 12 ഉണ്ടോ? 12, 13. ഞാൻ 14 വരെ കണ്ടിട്ടുണ്ട്. 14 ഇല്ല, പോട്ടെ. മക്കൾ ദൈവത്തിൻ്റെ എന്താ? ദാനമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ജയിക്കണം വേണ്ടേ? ജീവിതത്തിൽ ജയിക്കണം. ഈ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കൂട്ടുകാർ വന്ന് എന്നെ പറയുന്നത് അറിയാമോ? ഈ സാധനം ഒന്ന് വലിച്ചാൽ മതി മക്കളെ, പിന്നെ നമ്മൾ കിളി പോയിരിക്കും. ഇങ്ങനെ 3 ദിവസമൊക്കെ ഇരിക്കും. 3 ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കോളേജിൽ, ഞങ്ങൾ പഠിച്ച കോളേജിൻ്റെ ഒരു തോട്ടമുണ്ട്. അവിടെ ആയിരുന്നു ക്ലാസ് കട്ട് ചെയ്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു കാര്യം ഞാൻ കേട്ടു. നല്ല വീട്ടിലെ ഒരു കൊച്ചൻ ഒരു സാധനം വലിച്ചുകൊണ്ട് പോച്ച പറിച്ചുകൊണ്ട് ഇവന് ഇത് സാധനം എടുത്ത് 1.5 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും പറിച്ചു തീർത്തു. കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് അവരറിയുന്നില്ല. പോച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം
ചെയ്യാനുള്ള എന്തോ കിട്ടി, ശക്തി കിട്ടി. ഇച്ചിരി കഴിയുമ്പോഴോ വീണ്ടും ദാഹിക്കും, വീണ്ടും ആ ക്രേവ് ആകും, വീണ്ടും വേണം. അതാണ് വിഡ്രോവൽ എന്നൊക്കെ പറയുക. ഈ വിഡ്രോവൽ ഉണ്ടാകുമ്പോഴത്തേനും വയലൻ്റ് ആകും. അപ്പം തല്ലിക്കൊന്നാന്നേലും പിടിച്ചു പറിച്ചാന്നേലും അമ്മയുടെ കഴുത്തെ കിടക്കുന്ന മാല പറിച്ചുകൊണ്ട് ഓടിയാന്നേലും എന്തോ മേടിക്കും, സാധനം മേടിക്കും. ദാഹം, ദാഹം ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു ദാഹമുണ്ട്. കുഞ്ഞെ, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെ എന്തു ചെയ്യും, ദാഹിക്കും. അതാണ് വിഡ്രോവൽ, അതാണ് ആ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. എല്ലാ അഡിക്ഷനും അതുപോലെ. ഫോൺ തന്നെ ഏറ്റവും വലിയ അഡിക്ഷനാണ്. കാരണം രാവിലെ അത് കണ്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ എന്തോ ചെയ്യും, കൈ അങ്ങോട്ട് തപ്പോൾ. ഒരു 10 മിനിറ്റ് ഫോൺ ഇല്ലാതിരുന്നേ. ഞാൻ പറയും, ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ചുമ്മാ ഭക്ഷണം മാത്രം പോരാ, സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് എടുക്കണം. ഫോൺ ഫാസ്റ്റ് ചെയ്യാത്തൊരു അത്യാവശ്യമൊക്കെ വേണം, നമുക്ക് എമർജൻസി ഒക്കെ നോക്കണം. അല്ലാതെ 24 മണിക്കൂറും അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവർ ഫാസ്റ്റ് ചെയ്യരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷണം പഠിക്കാനല്ല കർത്താവ് ഉണ്ടായിരുന്നേ പറയുന്നതിനെ, നീ നിൻ്റെ ഫോണൊന്ന് ഫാസ്റ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ അടുക്ക് വന്നൊന്ന് ഇരിക്കുക, എനിക്കൊന്ന് വർത്താനം പറയട്ടെ. മക്കളെ, ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവങ്കിലേക്ക് പൊങ്ങുന്ന നീരിറവിയാകും, 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 നീരിറവിയാകും. ഈ വെള്ളം കുടിക്കണം. ഈ വെള്ളം കണ്ടോ, ഈ വെള്ളം ഒരിക്കലും ദാഹം തീർക്കുന്ന വെള്ളമല്ല കേട്ടോ. കൂട്ടുകാർ കറങ്ങാൻ കൊണ്ടുപോകും, കൂട്ടുകാർ പലതും മേടിച്ചു തരും. മക്കളെ, ഈയിടെ ഞാനിപ്പം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. പിയർ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്, കൂട്ടുകാരുടെ സമ്മർദ്ദം. സത്യത്തിൽ നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ച എന്തോന്ന് സമ്മർദ്ദമാണ്. പിയർ പ്രഷർ എന്നുള്ളത് പോലും സത്യത്തിൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ആർക്ക് വേണം? ഞാനൊരു തീരുമാനം എടുത്താൽ പിന്നെ ആർക്കാ എന്നെ നിർബന്ധിക്കാൻ ഒക്കുന്നത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങുന്ന നീരിറവിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറകെ പോകരുത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എളിവനായ ദാസൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് മക്കളുണ്ട്, ഞാനൊരു കുടുംബസ്ഥനാണ്, എൻ്റെ സഭയിൽ ഒത്തിരി മക്കളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പിള്ളേർക്കെല്ലാം ക്രിസ്തു ഒരു ലഹരിയായാൽ അവർ ആത്മാവിൻ്റെ പുതുവീഞ്ഞ് കുടിച്ചാൽ പിന്നെ ഈ ദാഹത്തിന്റെ പുറകെ കൗൺസിലിങ്ങിന് പോകണ്ട, പോലീസ് നടക്കണ്ട, ഹല്ലേലൂയ, ബോധവൽക്കരണങ്ങൾ വേണ്ട. ക്രിസ്തു ലഹരിയായ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട. മക്കളെ, യേശു നിങ്ങൾക്കൊരു ലഹരിയാകണം, യേശു നിങ്ങൾക്കൊരു ആവേശമാകണം, യേശു നിങ്ങൾക്ക് അവർ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ഹല്ലേലൂയ കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് യേശു വചനവായന നിങ്ങൾക്കൊരു ലഹരിയാകട്ടെ. സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങൾക്കൊരു ലഹരിയാകണോ? വേദന വായന നിങ്ങൾക്കൊരു ആവേശമാകണോ? അങ്ങനെ വന്നാലുണ്ടല്ലോ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പുറകെ പോകത്തില്ല, മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളെ ആകർഷിക്കത്തില്ല, അതിന്റെ ദാഹം നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല, നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ അതിന്റെ പുറകെ പോണ്ടി വരത്തില്ല, നിങ്ങളുടെ ലോൺലിനെസ് മാറ്റാൻ അതിന്റെ പുറകെ പോകത്തില്ല. കാരണം ക്രിസ്തു ഉള്ളവന് ലോൺലിനെസ് ഇല്ല. അവൻ യേശുവുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അവന്റെ ഏകാന്തതകൾ അല്ല, അവന്റെ ഏകാന്തതകൾ ദൈവത്തോട് സംസാരിക്കാനാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനം തോന്നിയ ഒരു കാര്യം, ജീവിതത്തിൻ്റെ ബിസിനസ് എല്ലാം തകർന്ന ക്രൈസ്തവേതര പശ്ചാത്തലമുള്ള ഒരു സഹോദരൻ, ക്രൈസ്തവേതര പശ്ചാത്തലമാണ്, വളരെ രഹസ്യമായ യോഗത്തിന് വരും, പക്ഷേ ക്രൈസ്തവേതര പശ്ചാത്തലമാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താൻ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെ വെച്ച് അദ്ദേഹം യേശുവിനെയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഏതായാലും ഒരു ദിവസം ഉച്ചയ്ക്ക് അതുവഴി പോയി. ഈ മനുഷ്യൻ ഒരു കിളത്തി വെച്ച ഒരു കൗണ്ടറിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, തൻ്റെ കൗണ്ടറിൽ. പക്ഷേ ഇച്ചിരി കിളന്ന നിങ്ങൾക്കറിയാലോ ഒരു സ്ഥലത്ത് ഈ കൗണ്ടർ അടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് നിന്നതൊന്നും ഈ മനുഷ്യൻ അറിയുന്നില്ല. അദ്ദേഹം വേദോസം വായിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു 15 മിനിറ്റ് അറിഞ്ഞിട്ട് എൻ്റെ ശബ്ദം ഞാൻ മറുടൊക്കെ എനിക്ക് നോക്കി, ഇദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹം കുനിഞ്ഞ് വേദോസം വായിക്കുക. ഈ മനുഷ്യന് ക്രിസ്തു ഒരു ലഹരിയായി.
വേദപുസ്തക വായന ഒരു ലഹരിയായി. കടയിൽ ആളില്ല, കട തകരുകയാണ്, അതൊന്നും തനിക്ക് വിഷയമല്ല. പുള്ളി പറഞ്ഞു രാവിലെ കട തുറന്നങ്ങ് വേദപുസ്തകം വായിച്ചാൽ വൈകുന്നേരം ആര് കാണുമെന്നുള്ളത് ഒന്നും വിഷയമല്ല. യേശു ലഹരിയായ പിന്നെ ലോൺലിനെസ് ഇല്ല, യേശു ലഹരിയായ പിന്നെ ഡിപ്രഷൻ ഇല്ല, യേശു ലഹരിയായ പിന്നെ ആരുമില്ലെന്ന് തോന്നത്തില്ല, യേശു ലഹരിയായ പിന്നെ പിയർ പ്രഷർ വരത്തില്ല. ആരും ഇല്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും പറയും അതെനിക്ക് സന്തോഷം, എൻ്റെ അപ്പനോട് സംസാരിക്കാമല്ലോ, നിങ്ങളൊന്ന് പോയി തരാമോ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയട്ടെ. ആരോട്? എൻ്റെ യേശുവിനോടൊന്ന് വർത്താനം പറയാ. അവന്റെ ഏകാന്തതകൾ അവന് സന്തോഷമാകും. അത് അവന്റെ ജീവിതത്തിൽ കർത്താവിനോട് സംസാരിക്കുന്ന സ്ഥലമയങ്ങളായി മാറും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഒരു തലമുറയ്ക്ക് യേശു കർത്താവ് ആ വാക്ക് പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നു. യേശു കർത്താവ് ഒരു ലഹരിയായി മാറട്ടെ. അവർ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് പ്രബോധിപ്പിക്കുന്നവരായി മാറട്ടെ. അതിശക്തമായി കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മക്കളെ 2025 വേദോസം വായിക്കണം. മക്കളെ 2025 യേശുവിനോട് സംസാരിക്കണം. നിങ്ങളുടെ ഏകാന്തതകളിൽ പ്രാർത്ഥിക്കണം. അതെ അതെ അതെ, ക്രിസ്തു ലഹരിയായവന് ലോൺലിനെസ് ഇല്ല. അപ്പന്റെ മക്കൾക്ക് ഒരു സമയം ലോൺലി അല്ല. അവരെപ്പോഴും ഇച്ചിരി സമയം കിട്ടിയാൽ കർത്താവിനോട് വർത്താനം പറയുക, അവർ ഇച്ചിരി സമയം കിട്ടിയാൽ അപ്പനോട് സംസാരിക്കുക, അപ്പന്റെ ശബ്ദം അവർ കേൾക്കും. അതെ, അവർക്ക് ലോൺലിനെസ് ഇല്ല. സ്വോത്രം 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 സ്വോത്രം. നോക്കൂ, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം ഇതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം. ഇതല്ലേ ഈ സമൂഹത്തിൻ്റെ പ്രശ്നം? ലഹരി എന്ന ആ വലിയ മാരക വിപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും വിറച്ച് നിൽക്കുകയല്ലേ, ആർക്കും ഒഴിവില്ലാത്ത പോലെ. അതിനകത്ത് കൊട്ടാരം മുതൽ കുടിൽ വരെ, വലിയവർ മുതൽ ചെറിയവർ വരെ ആർക്ക് സഹായിക്കാം? ഒന്നേ ഉള്ളൂ, ഈ വെള്ളം കൊടുക്കണം. ഈ വെള്ളം കൊടുത്താൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട, അവന് പിന്നെ വിഡ്രോവൽ ഇല്ല. അവന് വിഡ്രോവലുണ്ട്. രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിഡ്രോവൽ ഉണ്ടാകും, രാവിലെ ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാകും, രാവിലെ ദൈവത്തോട് വചനം വായിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടാകും, അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ലഹരി നിങ്ങളുടെ ലഹരിയായി മാറട്ടെ. സ്തുതിച്ച് ഇരു കരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് കരങ്ങളൊന്ന് ചേർത്തടിച്ച് സ്തുതിച്ച്. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു വിഡ്രോവല്, ഒരു അസ്വസ്ഥത ഉണ്ടോ അന്തരാത്മാവിൽ? ഒരു ദിവസം വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ, ഒരു ദിവസം യേശുവിനോടൊപ്പം മറന്നില്ലെങ്കിൽ, ഇന്നത്തെ ഒരാരാധന മുടക്കിയാൽ ഒരാഴ്ച മുഴുവൻ വിഡ്രോവൽ, അസ്വസ്ഥത. അങ്ങനത്തെ ആത്മീയത ലഹരിയായ ഒരു തലമുറ 2025 യേശുവിന്റെ നാമത്തിൽ കേരളക്കരയിൽ എഴുന്നേക്കട്ടെ. ഈ അസ്ഥികൾ ജീവിക്കട്ടെ. ആരാധനയ്ക്ക് വലിച്ചുകൊണ്ട് വരുന്നവരല്ല, ആരാധനയ്ക്ക് നിർബന്ധിച്ച് വരുന്നവരല്ല. ആരാധന പോയെങ്കിൽ അസ്വസ്ഥ ഒരു സമൂഹം യേശുവിന്റെ നാമത്തിൽ 2025 എഴുന്നേക്കട്ടെ. നിങ്ങൾ എല്ലാവരും വരണമെന്നല്ല, സ്ഥലമില്ലാത്തതിനാൽ ഇന്ന് വരണ്ടെന്ന് പറയുന്ന ആത്മീയ നിലവാരങ്ങളിലേക്ക് ദൈവസഭയ്ക്ക് കൂട്ടായ്മ ഒരു ലഹരിയായി മാറട്ടെ. കൂട്ടായ്മ മുടങ്ങിയാൽ അസ്വസ്ഥപ്പെടുന്ന, കൂട്ടായ്മ മുടങ്ങിയാൽ നഷ്ടം എന്ന് ബോധമുള്ള, കൂട്ടായ്മ മുടങ്ങിയാൽ ഒരാഴ്ച പിന്നെ വല്ലാതെ കഷ്ടപ്പെടുന്ന ആത്മീയതയുടെ ആ ലഹരിയുള്ള ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ എഴുന്നേക്കട്ടെ, ഞങ്ങളുടെ പിതാക്കന്മാർ എഴുന്നേക്കട്ടെ. മടുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തുതി 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 സ്തുതി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അതല്ല വിഡ്രോവൽ, അതല്ല ദാഹം. ലഹരി രാവിലെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു അല്ലെ തിരക്കിക്കോ, അവരെ വിറയ്ക്കും. ആ സമയമാകുമ്പോൾ അവർ അസ്വസ്ഥരാകും, ഇച്ചിരി കഴിയുമ്പോൾ വയലൻ്റ് ആകും. എന്നാൽ രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അസ്വസ്ഥരാകുന്ന എത്ര പേരുണ്ട്? രാവിലെ വേദോസം വായിച്ചില്ലെങ്കിൽ ഒരു നഷ്ടബോധം. ഒരു ഞായറാഴ്ച ആരാധന മുടക്കിയാൽ ആ ആഴ്ച മുഴുവൻ, അതായിരുന്നു പെന്തക്കോസ്ത്. അതാണ് പ്രിയരെ, ഒരു ഞായറാഴ്ചത്തെ ആരാധന മുടക്കിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മയ്ക്ക് 7 സഹോദരിമാരാണ്. എല്ലാവരും പള്ളിയിലായിരുന്നു. ഒരൊറ്റ കല്യാണത്തിൻ്റെ അമ്മ കൂടാൻ ഒത്തില്ല, പിണക്കൊണ്ടായിട്ടല്ല. ഞായറാഴ്ചയായിരുന്നു കല്യാണം. ആരാധന മുടക്കിയിട്ട് കല്യാണത്തിന് പോകാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, മറക്കരുത്. പക്ഷെ ഇന്ന് ഏത് കാരണമുണ്ടോ മുടക്കാനിരിക്കുക. എൻ്റെ പൊന്ന് പ്രിയരെ, മറക്കരുത് ആരാധന മുടക്കാത്തൊരു സമൂഹം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് 2025 പുതിയ തീരുമാനമെടുത്ത് ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും
യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ യേശുനാഥ, ദിനവും യേശുവിൻ. ചേർന്ന് പാടിക്കേ. യേശുവിൻ്റെ ചാരേ പിരിയാൻ ഒരു ദാഹം, ആ ദാഹം ശമിപ്പിക്കാൻ. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ ടെംപ്റ്റേഷനുമായിട്ട് പിശാച് വന്നു. എന്നിട്ട് പറഞ്ഞു, കല്ലുകൊണ്ട് എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞു? അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കോ? ഇല്ല. അവർ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാ. ഇന്ന് മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ കല്ല്, മനുഷ്യന്റെ അന്തരാത്മാവിന്റെ ദാഹം മാറ്റാൻ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന ലഹരി, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുക, അതിൻ്റെ പുറകെയാണ് മനുഷ്യർ പോകുന്നത്. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്നവരാണ് ഇന്ന് എന്താണ് ഇഷ്ടം. ഇങ്ങനെ ഒരിടത്ത് പണ്ടൊക്കെ ഒരു പ്രേമം വിശുദ്ധമായിരുന്നു. ഇന്ന് ഒരു പ്രേമം, 2 പ്രേമം, 3 പ്രേമം ഒക്കെ ഒരേ സമയം കൊണ്ടു നടക്കുന്നവരാ, പരസ്പരം അറിയാതെ. ഞാനിടയ്ക്ക് വലിയൊരു യൂത്ത് ക്യാമ്പിന് കഴിഞ്ഞപ്പോൾ പിള്ളേരെന്നോടൊന്ന് പറഞ്ഞ്, പാസ്റ്ററെ ഇതൊരു ഇച്ചിരി ഓൾഡായിപ്പോയി. ഞാൻ ചോദിച്ചു അതെന്താ? ഒരാളെ പ്രേമിക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. മിനിമം 3 പേര് വേണം. ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു എവിടാ? പത്തനംതിട്ടേ. മറ്റേ ഔട്ട് ഓഫ് ഫാഷനാ, പിള്ളേർ കളിയാ, 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൻ്റെ പരിപാടിയാ. എന്തുകൊണ്ടാ? ഏതോ ഒരു ദാഹം മാറ്റാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പോവുക. യേശു ദാഹമായവന് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കണ്ട, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കണ്ട. പ്രാർത്ഥിച്ചേ, യേശുവിൻ്റെ ദാഹം. സ്വത്രം 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 എന്നും രാവിലെ യേശുവിൻ്റെ കൂടെ ഞാനും ആഗ്രഹിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എളിവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ബലഹീനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരു ദിവസം യേശുവിൻ്റെ കൂടെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ പ്രിയരെ? കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന എന്തോ രസമുള്ള കാര്യമാണെന്നറിയാമോ? എന്തോ ജോയ്ഫുൾ ആണെന്നറിയാമോ? ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും 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 യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ പിരിയാൻ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2025 നമുക്ക് ക്രിസ്തു നിങ്ങളുടെ ലഹരിയാകണം. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ ഉണ്ടാകണം. ഒരു ദിവസം വേദോസം വായിച്ചില്ലെങ്കിൽ, ഒരാരാധന എവിടെ പോയാലും മുടക്കാതെ ഒരാരാധന മുടക്കിയാൽ ഒരു വിഡ്രോവൽ ഉണ്ടാകണം. പ്രാർത്ഥിച്ചേ, യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളെല്ലാം മുമ്പിൽ വരാമോ? 1 മിനിറ്റ്. കുഞ്ഞുങ്ങളെല്ലാം മുമ്പിൽ വന്നേ. ഒരു 10-20 വയസ്സിൽ താഴെയുള്ള എല്ലാ മക്കളും വന്ന് ഞങ്ങൾക്ക് ഒരു സൈന്യം. യേശു ലഹരിയാകണ്ടേ മക്കളെ. വചനവായന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അന്ന് അത് ഒത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അസ്വസ്ഥരാകുന്ന ഒരു തലത്തിൽ 2025 നിങ്ങൾ ഇന്നേ ശീലിക്കണം. 25 നോക്കിയിരിക്കരുത്. യേശുവേ. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യണ്ട.
നിങ്ങൾക്ക് ഒത്തിരി കൗൺസിലിങ്ങും ബോധവൽക്കരണവും ഒന്നും നല്ലതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. യേശു ലഹരിയായവനെ ആരെ ബോധവൽക്കരിക്കാൻ? അത് തന്നെ, ആത്മാവ് ലഹരിയായവനെ ആര് ബോധവൽക്കരിക്കാൻ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നവന് പിന്നെ എന്ത് ബോധവൽക്കരണമാ? ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് അവിടെ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് ഉള്ളവർ എഴുന്നേറ്റ് നിന്നേ. പ്രാർത്ഥിക്കാൻ പോകുക. സഭ ഒരുമിച്ച് ഇവർക്ക് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ച് യേശു ലഹരിയായ ഒരു സമൂഹം എഴുന്നേക്കട്ടെ. യേശു ലഹരിയായ ഒരു മക്കൾ എഴുന്നേക്കട്ടെ. യേശു ലഹരിയായ യേശു. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറകെ പോകരുത്. നിങ്ങളുടെ ദാഹം തീർക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറകെ പോകരുത്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങളുടെ ദാഹം തീർക്കത്തില്ല. ഒടുവിൽ നിങ്ങൾ കൊള്ളരുതാത്തവരായി മാറും. ഒളിവിൽ നിങ്ങളെ ഒന്നിനും കൊള്ളരുത്. നിങ്ങളുടെ ആരോഗ്യം പോകും, നിങ്ങളുടെ സൗന്ദര്യം പോകും. പല കണ്ണുകളിലോട്ടും നോക്കി എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. എന്തോ തിളക്കമുള്ള കണ്ണുകളിലൊക്കെ ഇന്ന് നോക്കിയാൽ ജീവനില്ലാത്ത കണ്ണുകൾ. എന്തോ തിളക്കമുള്ള കണ്ണുകളിൽ നോക്കിയാൽ അഴകുള്ള കണ്ണുകൾക്ക് ഇന്ന് ജീവനില്ലാത്ത കണ്ണുകൾ. അവിടെ കണ്ണിൻ്റെ പ്രകാശം പോയി. എന്നാൽ യേശു വന്നാലോ അവങ്കിലേക്ക് നോക്കിയവ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യേശു ദിനവും ദിനവും യേശുപ്പാ, എന്റെ അപ്പ, തൃപ്തനാകില്ല.
സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ദിനവും അപ്പാ യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ കർത്താവേ ദിനവും അപ്പനെ യേശുവിന്റെ കൂടെ യേശുവേ ദിനവും യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് യേശു കർത്താവേ, അങ്ങേ കണ്ടില്ലെങ്കിൽ, അങ്ങയോട് സംസാരിച്ചില്ലെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന ഒരു ദിവസം പോലും അങ്ങേ കാണാതെ, അങ്ങയോട് സംസാരിക്കാതെ, അങ്ങയുടെ വചനം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, അങ്ങയുടെ കൂടെ സമയം ചെലവഴിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരാത്മീയ അനുഭൂതിയിലേക്ക് എന്നെ നയിക്കണമേ. 2025 അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒരു പുതുവർഷം കർത്താവ് തന്നാൽ ദിനവും കർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, എനിക്ക് രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അല്പനേരം കർത്താവിനോട് സംസാരിച്ചില്ലെങ്കിൽ, ഒരു ഡിസ്കണ്ടൻമെന്റ്, ഒരു ഡിസ്റ്റർബൻസ് അതുണ്ടല്ലേ ഈ സമൂഹം ഇനി മാറത്തുള്ളൂ. ആ ഒറ്റ ബന്ധമേ ലഹരിക്കെതിരെയുള്ള പരിചയായി, മതിലായി മാറത്തുള്ളൂ. ഏക പരിഹാരം യേശു നിങ്ങൾക്കൊരു റിയാലായാൽ നിങ്ങളുടെ ലോൺലിനെസ്സിൽ ആരും നിങ്ങളെ അസ്വസ്ഥപ്പെടില്ല. നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ നിങ്ങൾക്ക് ഒന്നിൻ്റെ വേണ്ട. യേശു ഉള്ളവർക്ക് എന്ത് ടെൻഷനാ? അവർ ടെൻഷൻ വരുമ്പോൾ യേശുവിൻ്റെ അടുത്ത് പോകും, കർത്താവിനെ ചേർത്ത് പിടിക്കുക. കർത്താവ് പറയും, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളാൻ പറയുക. കർത്താവിൻ്റെ ശിംബമുള്ള ശബ്ദം കേൾക്കോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്ന് കേൾക്കോ. പിന്നെ അവർക്ക് എന്ത് ടെൻഷനാ? അവർക്ക് പിന്നെ ടെൻഷൻ വേണ്ട, അവർക്ക് പിന്നെ ടെൻഷനില്ല. യേശുവിൻ്റെ കൂടെ ഇങ്ങനെ, കർത്താവേ യേശു എനിക്കൊരു റിയാലിറ്റിയായി എന്നും യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ട് പുതുവർഷത്തിൽ ആയിരിക്കാൻ ദിനവും യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു പുതുവർഷം, ദിനവും യേശുവിൻ്റെ വചനത്തോട് കൂടെ നടക്കുന്ന ഒരു പുതുവർഷം, ദിനവും യേശു ഒരു ലഹരിയായ പുതുവർഷം. അത് കിട്ടിയില്ലെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒത്തില്ലെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന ഒരു പുതുവർഷം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരല്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത് രാത്രിയിൽ, 20ാമത്തെ ദിവസത്തിൽ കർത്താവേ 21 കൊണ്ട് പിന്നെ ഒരു ശൂന്യതയല്ല. 22 യേശുവിനോടൊപ്പം, 23 യേശുവിനോടൊപ്പം, 31 യേശുവിനോടൊപ്പം, ജനുവരി 1 യേശുവിനോടൊപ്പം, റെസ്റ്റ് ഇല്ലാതെ യേശുവിനോടൊപ്പം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരി സമയം കിട്ടിയാൽ ഓടട്ടെ. ഒരു മരത്തണൽ കിട്ടിയാൽ അല്പനേരം പ്രാർത്ഥിക്കുന്നവരായി, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇച്ചിരി നേരം കിട്ടിയാൽ വേദപുസ്തകം തുറന്ന് വായിക്കുന്നവരായി, എവിടെങ്കിലും ഒരു സകലം സമയം കിട്ടിയാൽ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നവരായി. ഹല്ലേലൂയ. ഒരു മാളിൽ ഇരുന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നവരായി, ഏകാന്തതകൾ യേശുവുമായി യേശുവിനോടൊപ്പം അത് ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തരുന്നൊരു നിയോഗം, ഞാനും പുതുവർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു പുതുവർഷം.
യേശു ലഹരിയാകുന്ന ഒരു പുതുവർഷം. അത് ആഗ്രഹിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. ആകുന്നവർ, പ്രായമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇരുന്നോണേ. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരും ദൈവസന്ധിയെ വിനയപ്പെട്ട് പ്രാർത്ഥിച്ചേ. ഈ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു ദൈവകൃപ വ്യാപരിക്കട്ടെ. ആ സ്ത്രീ എത്ര വിദഗ്ധമായിട്ട്, എത്ര ഭയങ്കര ഒരു ടാക്ട്ഫുൾ, ഒരു ഭയങ്കര സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് കർത്താവ്. സംസാരിച്ച് കൊണ്ടുവന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലൊക്കെ ആരാധിച്ച്. കർത്താവ് പറഞ്ഞു, ആ മലയിലും ഈ മലയിലും ഒന്നും അല്ല കുഞ്ഞെ, ദൈവ ആത്മാവാ, ഗോഡ് ഈസ് സ്പിരിറ്റ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കർത്താവിനറിയാം അവിടെ അസ്വസ്ഥത മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മാവാം ദൈവം അവിടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ പിന്നെ അവിടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു സംവാദം, ആ ബന്ധം, അതവിടെ ദാഹം മാറ്റും. അവൾ കോരാൻ വന്ന വെള്ളം അവിടെ വെച്ചു, പാത്രം വെച്ചു. അവൾ ഓടിപ്പോയി ഒരുവനോട് പറയുന്നു, നാട്ടുകാരോട്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ആദ്യത്തെ മിഷണറി അവിടെ രൂപപ്പെടുകയാ. ആദ്യത്തെ മിഷണറി, വെള്ളം കോരാൻ വന്നവൾ, ദാഹിച്ച് വലഞ്ഞവൾ, എന്തൊക്കെയോ കല്ലുകൊണ്ട് ദാഹം മാറ്റാൻ സബ്സ്റ്റിറ്റ്യൂട്ട് തേടി ഓടിയവൾ ഇന്ന് ഓടിപ്പോകുന്നു പാത്രം വെച്ചിട്ട്. ഇനി അവൾക്ക് ആ പാത്രം വേണ്ട. അതെല്ലാം സിംബോളിക്കായിട്ട് കണ്ടേ. അവൾക്ക് ഇനി ആ പാത്രം വേണ്ട. ഇനി എന്തിനാ ആ പാത്രം? ഞാൻ കണ്ടു ആരെ? ജീവന്റെ ഉറവിയെ കണ്ടു. ജീവന്റെ ഉറവിയെ കണ്ടു. കർത്താവ് പറഞ്ഞു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹമാകുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം ആത്മസ്നാനം പ്രാപിക്കണം. എന്തിന്? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ. ഞാൻ എൻ്റെ 2 അനുഭവങ്ങൾ പറയാം. ഒന്ന്, അതിരാവിലെ ഒരു മാളിൽ, അമേരിക്കയിലെ ഒരു വലിയ മാളിൽ ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠത്തെയും കൂടെ പോയി. കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയതാണ്. രാവിലെ ആരും ഇല്ലാത്തൊരു മാള്. ഒരു അമേരിക്കൻ ആഫ്രിക്കൻ കറുത്ത മുട്ടൻ ഒരു മനുഷ്യൻ, ആരുമില്ല മാളിൽ. അയാൾ വലിയ ഭാരമുള്ള ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ റാക്കിലെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ഞാൻ ഇങ്ങനെ അറ്റത്ത് നിൽക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഭാരമുള്ളതെല്ലാം ചുമന്ന് വെക്കുമ്പോൾ അവൻ അന്യഭാഷ പാടുക. നോബഡി വാസ് ദേർ. ആരുമില്ല. അവൻ ആത്മാവിൽ ഇങ്ങനെ പാടിക്കൊണ്ട് ഭാരമെടുത്ത് അടുക്കുമ്പോൾ ആ അമേരിക്കൻ ആഫ്രിക്കൻ അവൻ ആത്മാവിൽ പാടിക്കൊണ്ടാണ്. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഏകാന്തതകൾ, ജോലി സ്ഥലങ്ങളൊക്കെ കർത്താവിനോടൊപ്പം ഇങ്ങനെ ഇരിക്കണം. കർത്താവിനോടൊപ്പം പുതുവർഷത്തിലെ യേശുവിനോടൊപ്പം ആത്മാവൻ ദൈവത്തെ ഇങ്ങനെ ആത്മാവിൽ പാടി. കർത്താവേ, ആത്മാവിൽ പാടിക്കൊണ്ടൊരു പുതുജീവിതം യേശുവിനോടൊപ്പം. ഹല്ലേലൂയ. എൻ്റെ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിക്ക് ഒരു വലിയ പ്രയാസം ഉണ്ടായി. പാൻക്രീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭയങ്കര മേജർ ഒരു ഓപ്പറേഷൻ എറണാകുളത്ത് നടക്കുക. ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതുമായിട്ട് കേട്ട ഒരു വലിയ സാക്ഷിയുണ്ട്. ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊരു പ്രശസ്തനായ ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന്, ഹൈന്ദവ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഭയങ്കര പ്രശസ്തനായ, ഏഷ്യയിലെ തന്നെ ഏതാണ്ട് ഒരു പ്രശസ്തനായ ഡോക്ടറാണ്. അദ്ദേഹം വന്നു ഈ ചേച്ചിയെ പരിശോധിക്കുകയാണ്. സ്റ്റെത്തൊക്കെ വെച്ച് പരിശോധിക്കുന്നതിനിടയിൽ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം ഇങ്ങനെ സ്റ്റെത്ത് വെക്കുന്നതിനിടയിൽ മൂളിപ്പാട്ട് പാടി. ചേച്ചി ഇങ്ങനെ നോക്കുകയാണ്. അവരെ ഭയങ്കര മേജർ ഓപ്പറേഷന് വേണ്ടി ഒരുക്കുക. ഒന്നും വെച്ച ഇത് പാടിയിട്ട് പുള്ളി പരിശുദ്ധാത്മാവിൽ പാടി. സ്ട്രെച്ചറെ കിടന്നുകൊണ്ട് ചേച്ചിയും പാടി. അതിനിടയ്ക്ക് ഡോക്ടർ ചോദിച്ചു, ബോൺ അഗെയിൻ? യെസ്. ബാപ്റ്റൈസ്ഡ് വിത്ത് ഹോളി സ്പിരിറ്റ്? യെസ്. I too. 2.5 ലക്ഷം രൂപയായിരുന്നു ഡോക്ടറുടെ ഫീസ് മാത്രം. അത് വേണ്ടാതെ ഓപ്പറേഷൻ ചെയ്തു. സ്റ്റെത്ത് വെക്കുമ്പോൾ ദിനവും യേശുവിൻ്റെ കൂടെ. ഒന്നും തടസ്സമൊന്നും അല്ലെന്നേ, ഒന്നും തടസ്സമല്ല. യേശുവേ നിന്നോട് കൂടെ. ദൈവം അവിടെയും പോകണ്ട ഇവിടെയും പോകണ്ട. സത്യനമസ്കാരികൾ പിതാവിനെ ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കും. പുതുജന്മമുണ്ടോ? പുതിയ ആരാധനയാ. പുതുജന്മമുള്ളിടത്ത് പുതിയ ആരാധനയാ. അതവർക്ക് അലങ്കോലമാകില്ല.
അത് അവരെ ഡിസോർഡർ ആക്കത്തില്ല മക്കളെ, അതവരെ ഓർഡർ ആക്കും. അവരുടെ കാര്യങ്ങൾ ചെയ്യത്തക്കണം അവരെ പ്രാപ്തരുമാക്കും. അല്ലാതെ ആത്മീയൻ ഡിസോർഡർ ഒന്നും ആകത്തില്ല. ആത്മീയൻ ആ സ്ഥാപനത്തിന് അനുഗ്രഹമാകും, ആത്മീയൻ ആ കസേരയ്ക്ക് അനുഗ്രഹമാകും, ആത്മീയൻ ആ സ്കൂളിന് അനുഗ്രഹമാകും, ആത്മീയൻ അവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ അവിടെ ഒരു അനുഗ്രഹമാകും. അർക്കന റിക്കന രഗജക രന്തന ഹന്തന റിക്കധാരം ധേരം ശകനം ധികനം രഗജം ദഗനം ധാരം അർഗധേനം ശകനം ധികനം രഗജം ധാരം ധേരക രന്തം ധിഗജക രഗജം